ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിരാശ മാത്രമായിരിക്കും ഫലം. കാരണം അവയിലുള്ള തൻ്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവുകയില്ല. അതിനാൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം തന്നെ നശ്വരങ്ങളാണ്, നശിക്കുന്നവയാണ്. കാരണം അനശ്വരമായ അതിൻ്റെ രൂപാന്തരമാണ് എല്ലാം തന്നെ. ഇവയെല്ലാം നാശോന്മുഖമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നവയാണ്. എന്നാൽ നശിക്കാത്ത ഒന്ന്, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ പരമ ചൈതന്യം ഒരിക്കലും നശിക്കുകയില്ല. അതിലാണ് നാം ആശ വയ്ക്കുന്നതെങ്കിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അതിൻ്റെ സ്വഭാവം ആനന്ദവും അറിവും അഭയവുമാണ്. ആ സ്വഭാവമായിരിക്കും നമുക്കും ഉണ്ടാവുക. ആശയനാത്മാവിൽ വന്നാൽ ദുഃഖം നാശാമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാമാത്മാവിൽ ആശയം വയ്ക്കണം എന്നുമെന്നും. ഇത് കവി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഏതിനെയാണ് ഉപേക്ഷിക്കേണ്ടത്, ഏതിനെയാണ് സ്വീകരിക്കേണ്ടത്. ഏതിനെ സ്വീകരിച്ചാൽ നമുക്ക് ദുഃഖനിവൃത്തി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം. എന്താണിവിടെ അനാത്മാവ്? നിത്യമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നും ഉണ്ടായവയ്ക്ക് എല്ലാം പറയുന്നതാണ് അനാത്മാവ്. നാശമില്ലാത്ത ആ പരമസത്യത്തിന് ആത്മാവെന്നും അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഈ വസ്തുക്കൾക്കെല്ലാം അനാത്മാവ് എന്നും പറയും. ഉണ്ടായ വസ്തുക്കളെല്ലാം ഇല്ലാതാവുന്നവയാണ്. വെള്ളത്തിൽ നിന്നും ഒരു തിരയുണ്ടായി, അല്ലെങ്കിൽ ഒരു നേർക്കുമിളയുണ്ടായി. ആ കുമിളയും വെള്ളം തന്നെയാണ്. പക്ഷേ കുമിള ഉണ്ടായതാണ്, അത് ഇല്ലാതെയാവും. വെള്ളമോ അവിടെ സ്ഥായിയായുള്ളതാണ്. അതൊരു ഉദാഹരണമാണ്. അതേപോലെ അനശ്വരമായിരിക്കുന്ന നാശമില്ലാത്ത ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടായവയാണ് ഈ പ്രപഞ്ചത്തിലെ നാനാവസ്തുക്കളും. ഇവ ഉണ്ടായതാണ്, ഇവയ്ക്ക് നാശവുമുണ്ട്. ഇവ നശിക്കുന്നവയാണ്. ഇതിൽ നാം ആഗ്രഹം വെച്ചാൽ ഇവയുടെ നാശത്തിൽ നാം നിരാശപ്പെടേണ്ടി വരും. അതാണ് ആശായനാത്മാവിൽ വന്നാൽ ദുഃഖം. അനാത്മാവായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന ഈ പ്രപഞ്ച വസ്തുക്കളിൽ ആശ വന്നാൽ നാം നിരാശപ്പെടേണ്ടി വരും. കാരണം എന്താണ്? നാശമനാത്മാവിനുണ്ടല്ലോ. അനാത്മാവെന്ന് പറയപ്പെടുന്നതിന് നാശമുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാശമില്ലാതുള്ള വസ്തുവാമാത്മാവിൽ, നാശമില്ലാത്ത ശക്തിവിശേഷം ഏതോ അത് ആത്മാവാണ്. അതിനെയാണ് നാം ആശ്രയിക്കേണ്ടത്. നാശമില്ലാതുള്ള വസ്തുവാമാത്മാവിൽ ആശ്രയം വയ്ക്കണം എന്നുമെന്നും. നാശമില്ലാത്ത ആ പരമാത്മാവിൽ നാം ആശ്രയം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ശാശ്വതമായ സുഖത്തിൻ്റെ ഉടമയായിത്തീരും നാം ഓരോരുത്തരും. അതിനാൽ ഇന്ന് മനുഷ്യർക്കിത് രണ്ടും അറിഞ്ഞുകൂടാ. കാണപ്പെട്ട വസ്തുക്കളെല്ലാം സ്ഥായിയായും സ്ഥിരമായും നിത്യമായും ഉള്ളതായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ കാനൽ ജലം പോലെ മാത്രമാണ്. മരുഭൂമിയിൽ കാണുന്ന ജലാശയം പോലെയാണ് ഇവയിൽ നിന്ന് കിട്ടുന്ന സുഖം. അതിനാൽ ഇവയെ ആശ്രയിച്ച് നാം സുഖിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമേയല്ല. അതിനാൽ
അനശ്വരാത്മാനന്ദത്തിലേക്കാണ് നാം തിരിയേണ്ടത്. ആശായനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ ആശ്രയം വെക്കണം എന്നുമെന്നും.